വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നടക്കാനിരിക്കുന്ന വയനാട് ഉപതിരഞ്ഞെടുപ്പ് നീട്ടിവച്ചേക്കുമെന്ന് റിപ്പോർട്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെഡ്യൂൾ ചെയ്യാനിരിക്കെയാണ് വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ചത്. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒഴിവുള്ള സീറ്റിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് 2-3 മാസത്തിനുള്ളിൽ നടക്കാറുണ്ട്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും ഒഴിവുകൾ 6 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നികത്തണമെന്നാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ച് 2 മാസത്തിനുള്ളിൽ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. എന്നാൽ PT തോമസിന്റെ വിയോഗത്തിന് പിന്നാലെ തൃക്കാക്കരയിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നത് 5 മാസങ്ങൾക്ക് ശേഷമാണ്. 2017 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് അഹമ്മദ് മരിച്ച് 2 മാസത്തിന് ശേഷമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നിലവിൽ സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള സമയക്രമം സംബന്ധിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും യാതൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല. വയനാട് നിലവിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ കുറച്ചു കാലം കൂടി പ്രവർത്തിക്കേണ്ടി വരുമെന്നതിനാൽ വയനാട്ടിൽ സെപ്റ്റംബറിലോ ഒക്ടോബർ ആദ്യ വാരത്തിലോ ഉപതിരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യമില്ല. വയനാട് ജില്ലയിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കോഴിക്കോട്ടെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വയനാട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 2ാം സീറ്റായ ഉത്തർപ്രദേശിലെ റായ്ബറയിൽ നിലനിർത്താൻ തീരുമാനിച്ചതോടെയാണ് വയനാട്ടിൽ സീറ്റ് ഒഴിഞ്ഞത്. കോൺഗ്രസിലെ ഷാഫി പറമ്പിലും CPM-ലെ K രാധാകൃഷ്ണനും വിജയിച്ച് ലോക്സഭയിലേക്ക് പോയതോടെയാണ് പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. സെപ്റ്റംബറിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുമെന്ന അനുമാനത്തിൽ മുന്നണികൾ പ്രാഥമിക ഒരുക്കങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. വയനാടും പാലക്കാടും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തരംഗം മുതലെടുത്ത് ചേലക്കര കൂടി പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളാകും പാർട്ടി മെനയുക. BJPക്ക് വലിയ പ്രതീക്ഷയുടെ പാലക്കാട് ഇക്കുറി പിടിക്കണമെന്ന വാശിയോടെയാണ് അവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. UDF-ന് വേണ്ടി പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതല AICC നേരിട്ടാണ് വഹിക്കുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ചുമതല KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൽ മുത്തലിബ്, B ബാബുരാജ് എന്നിവർക്ക് നൽകിയപ്പോൾ ചേലക്കരയുടെ ചുമതല KPCC ഉപാധ്യക്ഷൻ VP സജീന്ദ്രൻ, ജനറൽ സെക്രട്ടറി PM റിയാസ് എന്നിവർക്കാണ്. വയനാട് മണ്ഡലത്തിന്റെ ചുമതല സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിനാണ് BJP നൽകിയിട്ടുള്ളത്. ചേലക്കരയിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷും പാലക്കാട് സംസ്ഥാന ഉപാധ്യക്ഷൻ P രഘുനാഥിനുമാണ് ചുമതല. CPM സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ചുമതല നൽകിയാവും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. സിറ്റിംഗ് സീറ്റായ ചേലക്കരയ്ക്ക് പുറമെ പാലക്കാട് കൂടി പിടിച്ചെടുത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തിരിച്ചടി മറികടക്കാനാണ് പാർട്ടി നീക്കം. കഴിഞ്ഞ തവണ ആനി രാജ മത്സരിച്ച വയനാട്ടിൽ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ CPI നിർത്തും.